ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേസി ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിറങ്ങുന്ന മിക്ക വാഹനങ്ങളിൽ നമുക്ക് ഒരുപാട് ഫൈബർ പാർട്സ് കാണുവാൻ സാധിക്കും. അപ്പോൾ പണ്ടത്തെ വാഹനങ്ങൾ ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഞെളക്കം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴുള്ള ഫൈബർ പാർട്സ് ചിലപ്പോൾ ഒരു തട്ടലോ മുട്ടലോ കഴിഞ്ഞെങ്കിൽ അത് പൊട്ടി പോകാറുണ്ട്. പലരും അത് റീയൂസ് ചെയ്യാതെ അതല്ലെങ്കിൽ ഫൈബർ പാച്ച് ചെയ്യാതെ മാറ്റിക്കളയുകയാണ് പതിവ്. അപ്പോൾ ഞാൻ പണ്ട് മാറ്റിക്കളഞ്ഞ ഒരു ഫൈബർ പാർട്ടിൽ എങ്ങനെ ഫൈബർ പാച്ച് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഫൈബർ പാർട്സിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വലിയ പൊട്ടലുകളാണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ പാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ ചില ഭാഗം മുഴുവനായി കട്ട് ചെയ്ത് പോകും. അത്തരത്തിലുള്ള ഭാഗം നമുക്ക് ആ ഭാഗം കിട്ടിയാൽ മാത്രമേ നമുക്ക് പാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പാർട്സ് മുഴുവനായിട്ട് വേസ്റ്റ് ആയി പോകും. അപ്പോൾ എൻ്റെ വണ്ടിയിൽ മുന്നൊരു പാച്ച് സംഭവിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെറുതായി ഫൈബർ പാച്ച് ചെയ്തെടുത്ത ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം അത് ഏകദേശം ഒരു 7 കൊല്ലത്തോളം ഞാൻ യൂസ് ചെയ്തു. ആ പാച്ച് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 7 കൊല്ലം എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം പിന്നീടുണ്ടായ ചെറിയൊരു തട്ടുമുട്ടലിലും ആ ഒരു ചെറിയൊരു ഭാഗം മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് പിന്നീട് അത് റീയൂസ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി വേറൊരു പാർട്സ് വാങ്ങി. ഏകദേശം ഒരു 500 രൂപയോളം റേഞ്ച് വരുന്നുണ്ട് ഈ ഒരു സംഭവം മാറ്റണമെങ്കിൽ. അപ്പോൾ ചെറിയൊരു തട്ടുമുട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പാച്ച് ചെയ്യുക എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. കാണാൻ കഴിയുന്ന ഭാഗത്തായിരിക്കില്ല നമ്മൾ പാച്ച് ചെയ്തെടുക്കുക. കാണാൻ കഴിയാത്ത ആ ഫൈബറിൻ്റെ ഉൾഭാഗത്തായിരിക്കും നമ്മൾ പാച്ച് ചെയ്തെടുക്കുക. ഫൈബർ പാച്ച് ചെയ്യുന്നതിന് നമുക്കൊരു മെറ്റൽ വയർ വേണം. ഞാനിവിടെ കോപ്പറിൻ്റെ വയറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കെട്ടുകമ്പി ആയാലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് ഇരുമ്പായ കാരണം തുരുപിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കോപ്പറിൻ്റെ വയർ യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ നേരത്തെ ഒരു ഭാഗം ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്യാസ് വെൽഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു റാഡ് ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പിയുടെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കറണ്ടിൽ കുത്തി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോൾഡറിങ് അയൺ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ പൊട്ടിയ ഭാഗം ചേർത്ത് വെച്ച് ഒന്നുകിൽ പശ വെച്ച് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ സോൾഡറിങ് അയൺ വെച്ച് ആ 2 ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് വെൽഡ് ചെയ്തെടുക്കണം. ആ സോൾഡറിങ് അയൺ നന്നായി ചൂടായതിനു ശേഷം ആ പൊട്ടിയ 2 ഭാഗങ്ങൾ കൂടി ചേരുന്ന ഭാഗത്ത് ആ പ്ലാസ്റ്റിക് നന്നായി ഉരുക്കി അത് നന്നായി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ജസ്റ്റ് നമ്മളൊന്ന് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ, ആ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതും കൂടി ഉരുക്കിക്കൊണ്ട് വെൽഡിങ് ഒന്നും കൂടി സ്ട്രോങ് ആക്കി എടുക്കണം. നമ്മൾ ഈ ഫില്ലർ മെറ്റീരിയൽസൊക്കെ ഈ വെൽഡിങ്ങിൻ്റെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ഒന്ന് വെൽഡ് ചെയ്തെടുത്ത് ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ വെൽഡ് മാത്രം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടി അതിന് സ്ട്രോങ് ആക്കാൻ വേണ്ടി അത് അകന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവയെ ക്രോസ് ചെയ്ത് നമുക്കിതുപോലെ ചെമ്പ് കമ്പിയും കൂടി ഉരുക്കി അത് പ്ലാസ്റ്റിക്കിനോടൊപ്പം തന്നെ ഉരുക്കി ചേർത്ത് അവിടെ വയ്ക്കാം. അപ്പോൾ ക്രോസ് ചെയ്ത് നമുക്ക് ആ ചെമ്പ് കമ്പി ഇങ്ങനെ കൊടുക്കാം. ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഞാനവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. മുൻപ് ഞാനിതുപോലെ തന്നെ പൊട്ടിയിട്ട് ആ ഒരു ഭാഗം വെൽഡ് ചെയ്തിരുന്നു. അത് ഏകദേശം ഒരു 7 കൊല്ലത്തോളം എനിക്ക് ലൈഫ് കിട്ടി. ഞാൻ ഇതുപോലെ പാച്ച് ചെയ്തിട്ട് ഏകദേശം ഒരു 7 കൊല്ലത്തോളം എനിക്ക് ലൈഫ് കിട്ടി. അപ്പോൾ അന്ന് ഞാൻ ചെമ്പ് കമ്പിക്ക് പകരം ഇരുമ്പിൻ്റെ കമ്പിയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തുരുമ്പൊടിച്ച് പോയി. അതുകൊണ്ടാണ് ലൈഫ് കുറച്ച് കുറഞ്ഞത്. അപ്പോൾ ചെമ്പ് കമ്പി കുറച്ചുകൂടി കട്ടിയുള്ള ചെമ്പ് കമ്പിയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നാൾ നമുക്ക് ആ ലൈഫ് കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ചെമ്പ് കമ്പി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തുരുമ്പിടിച്ച് പോകില്ലല്ലോ.
പിന്നീട് ഇത്തരം ചെമ്പ് കമ്പികൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവയുടെ സൈസും കൂടിയാണ്. ഒരുപാട് വണ്ണം കൂടിയതും ഒരുപാട് വണ്ണം കുറഞ്ഞതും ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് വണ്ണം കൂടിയതാണെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള സോൾഡറിംഗ് വെച്ച് കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും അവ ഉരുകി ചേർന്നിരിക്കാനായിട്ട്. അപ്പോൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഡീപ്പായി പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കനം കുറഞ്ഞതാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ജർക്കിങ് അതുപോലെ തന്നെ വൈബ്രേഷനൊക്കെ വരുന്ന ഒരു ബോഡി പാർട്സ് ആയിരിക്കും. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ തിക്നെസ് ഉള്ള കമ്പികളായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് അധികം ചൂട് കൊടുക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ഉരുകി ചേർന്ന് ആ പ്ലാസ്റ്റിക്കിനൊപ്പം ഉരുകി ചേർന്ന് ഇരിക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും ആ ഒരു കമ്പികൾക്ക്. അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് ആ ചെമ്പ് കമ്പി മൊത്തം അവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കുപ്പി മുറിച്ച കഷ്ണങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഉരുക്കി അവിടെ ഒന്ന് വെൽഡ് ചെയ്ത് ആ ചെമ്പ് കമ്പിയെ പുറത്തേക്ക് വരാതിരിക്കാൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി നിർത്താം. ഇതുപോലെ നമ്മൾ അടിയിൽ തൊട്ട് മുകൾ വരെ ഇതുപോലെ ചെമ്പ് കമ്പിയെ ക്രോസ് വൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ കാര്യം പറഞ്ഞു, ഹീറ്റ് കൊടുക്കുമ്പോൾ അതായത് ഈ സോൾഡറിങ് അയൺ വെച്ച് ആ പ്ലാസ്റ്റിക് ഉരുക്കുമ്പോൾ ഒട്ടും അപ്പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ മുഴുവനായിട്ട് ആ പൊട്ടിയ ഭാഗത്ത് മുഴുവനായിട്ട് ചെമ്പ് കമ്പി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം മുഴുവനായിട്ട് നമ്മൾ ചെമ്പ് കമ്പി സപ്പോർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് നമ്മൾ കാണാൻ സാധിക്കുന്ന ഭാഗത്ത് ചെറിയൊരു വിള്ളൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പൊട്ടിയ ആ വിള്ളൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നെങ്കിൽ നമുക്ക് എംസിയിൽ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പുട്ടിയൊക്കെ വെച്ച് അടയ്ക്കാം. അതിന് മുൻപ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഈ സോൾഡറിങ് അയൺ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് വെൽഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പശ ഒഴിച്ചൊന്ന് സ്ട്രോങ് ആക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ആ പുട്ടിയൊക്കെ വെച്ച് അടച്ച് പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ഞാനിത് പഴയതാണ്, ഞാൻ മാറ്റി കളഞ്ഞതായി കാരണം ഞാനത് പ്രത്യേകം കാണിക്കുന്നില്ല. ഞാൻ മുൻപ് ഞാൻ പറഞ്ഞിരുന്നല്ലോ പൊട്ടിപ്പോയിട്ടായിരുന്നു. അന്ന് ഞാൻ ജസ്റ്റ് ഒരു വട്ടം എംസിയിലിട്ട് ഏകദേശം ഒരു 4 കൊല്ലത്തോളം ഞാൻ ആ എംസിയിലിട്ട് പെയിൻറ്റ് ചെയ്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ ചെറിയ തട്ടുമുട്ടും കാരണം ആ എംസിയിൽ അടർന്നു പോയി. പിന്നീട് വന്നൊരു ചെറിയൊരു തട്ടുമുട്ടലിലാണ് അത് അതിൻ്റെ ഭാഗം മൊത്തമായിട്ട് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് ആ കഷ്ണം അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മാറ്റേണ്ടതായി വന്നു. കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ പിന്നീട് നമുക്കത് ഇതുപോലെ തന്നെ ഫൈബർ പാച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തട്ടുമുട്ടുകളും കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫൈബർ പാച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പൈസ അധികമൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനത്തെ ഒരു പീസ് മാറ്റണമെങ്കിൽ തന്നെ ഏകദേശം 500 രൂപ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഡിയോസ് അല്ലെങ്കിൽ പുതിയ വണ്ടികൾ സ്കൂട്ടറുകളും കാര്യങ്ങളാണെങ്കിൽ കൂടുതലും ഫൈബർ ബോഡീസാണ് ഇറങ്ങുന്നത്. അപ്പോൾ തട്ടുന്നും മുട്ടലും കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മെറ്റൽ ബോഡീസൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പെയിൻ്റൊക്കെ ചെയ്ത് എടുക്കാം. എന്നാൽ ഫൈബർ പാച്ച് ഒന്നും ചെയ്യുന്ന അധികം വർക്ക്ഷോപ്പുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ വണ്ടി എടുത്ത് ഏകദേശം 1 കൊല്ലത്തിനുള്ളിലാണ് ആ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അവിടെ പൊട്ടൽ വന്നത്. ഞാൻ അപ്പോൾ അത് മാറ്റാൻ പോയില്ല, പകരം ഇതുപോലെ ഫൈബർ പാച്ച് ചെയ്ത് എനിക്ക് ഏകദേശം ഒരു 6-7 കൊല്ലത്തോളം എനിക്കത് ആ ഒരു ഫൈബറിൻ്റെ ലൈഫ് നീണ്ടു കിട്ടി. എന്നാൽ പുറത്ത് ആ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരുന്ന ആ എംസിയിലിന് ഏകദേശം ഒരു 4 കൊല്ലമൊക്കെ നമുക്ക് ലൈഫ് കിട്ടിയുള്ളൂ. ആ എംസിയിൽ ഞാൻ നന്നായിട്ട് പേപ്പറൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ ബ്ലാക്ക് പെയിൻ്റൊക്കെ ചെയ്തിരുന്നു. അടർന്ന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെങ്ത്തായി നിൽക്കാൻ വേണ്ടി രണ്ടാമത് കൊടുത്ത എംസിയിലാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബാക്കി ഭാഗം രണ്ടാമത്തെ ആക്സിഡൻറ്റിൽ മുഴുവനായിട്ട് പൊട്ടിയും പോയി. ഞാനിപ്പോഴും അതുപോലെ ഫൈബർ പാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ജസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഡിയോയുടെ ഫ്രണ്ടിലെ മഡ്ഗാർഡാണ്. അപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ ആ പൊട്ടിയ ഭാഗം ഫൈബർ പാച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ കവർ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആ പുറത്തുനിന്നുള്ള ഭാഗം നമുക്ക് റീപെയിൻറ്റിങ്ങിന് പകരം ഞാൻ അവിടെ സ്റ്റിക്കറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തൊട്ട് കാണിച്ചു തരാം. ആ ഒരു പാട് ഞാൻ പൊട്ടിയ ഭാഗത്തെ ഒരു പാട് ഞാൻ ഇപ്പോൾ തൊട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ ഭാഗത്തൂടെ മുന്നേ പൊട്ടിയതാണ്. ഞാൻ ഉള്ളിൽ ഇതുപോലെ തന്നെ കമ്പികളൊക്കെ ഉരുക്കി വെച്ച് ഫൈബർ പാച്ച് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എന്നാൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഇരുമ്പിൻ്റെ കമ്പിയായ കാരണം തന്നെ ഇപ്പോൾ തുരുമ്പ് പിടിച്ച് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 4 കൊല്ലത്തോളം അതിൻ്റെ ഇതൊരു ഫൈബർ പാച്ച് ചെയ്തിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇത് അത്ര ചെറിയൊരു പൊട്ടലൊന്നും അല്ല, അത്യാവശ്യം അത് പൊളിഞ്ഞു പോയി. എനിക്ക് ആ സ്ഥലത്ത് നിന്ന് തന്നെ ആ ഇടിച്ച സ്ഥലത്ത് നിന്ന് തന്നെ എനിക്ക് ആ ഒരു പാർട്സ് കിട്ടിയ കാരണം അത് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ഇതുപോലെ പാച്ച് ചെയ്തെടുക്കാൻ സാധിച്ചു. അതല്ലെങ്കിൽ കുറച്ച് എനിക്ക് പൈസ കയ്യിൽ നിന്ന് പോയിരുന്നതന്നെ ഈ ഒരു സംഭവം ഫ്രണ്ടിലത്തെ മഡ്ഗാർഡ് മാറ്റേണ്ടി വന്നതന്നെ. അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. ചെറുതായുള്ള ഫൈബർ പാച്ച് ചെയ്ത കാരണം എനിക്കൊരു 4-5 കൊല്ലത്തോളം എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ എനിക്കത് മാറ്റേണ്ടി വരുള്ളൂ. കാരണം എന്തായാലും അത് പഴുതായി വേണമെങ്കിൽ മാറ്റാം.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഫൈബർ പാച്ച് ചെയ്യുക, വീട്ടിലിരുന്ന് സിമ്പിളായി എങ്ങനെ ചെയ്യുക എന്നുള്ള വീഡിയോ മനസ്സിലായി എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ചുരുക്കി നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് ബൈ.